ഭാരതാംബ ചിത്രം ഗവർണർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഉപയോഗിച്ചതിനെ തുടർന്നാണ് ഇത്രത്തോളം കാര്യങ്ങൾ വഷളായി മാറിയതും ഇതിനെ ഒരു രാഷ്ട്രീയ താല്പര്യത്തിലേക്ക് കൊണ്ടുപോവുകയും അത് മറ്റു തലങ്ങളിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അത് പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. നാളത്തെ കോടതിയുടെ ഒരു നിരീക്ഷണം അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. 25-ാം തീയതി നടന്ന സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാറുടെ ഇടപെടൽ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ ചാൻസലറുടെ അല്ലെങ്കിൽ ഗവർണറുടെ പരിപാടിക്കിടെ അദ്ദേഹത്തിന്റെ ഇടപെടൽ ശരിയായ രീതിയിലായിരുന്നില്ല, സ്റ്റേറ്റിന്റെ പരമാധികാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണറെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് നടന്നത് എന്നുള്ളതാണ് VC-യുടെ കണ്ടെത്തൽ. ആ VC-യുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ വിധേയമായിട്ടാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ആ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് രജിസ്ട്രാർ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും അദ്ദേഹത്തിന്റെ പരാതി പരിഗണിക്കുകയും ചെയ്തു. അപ്പൊ പരിഗണിക്കുന്ന സമയത്ത് സസ്പെൻഡ് ചെയ്ത നടപടി സ്റ്റേ ചെയ്യണമെന്നുള്ള രജിസ്ട്രാറുടെ വാദം കോടതി അംഗീകരിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്ത നടപടി പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേ അനുവദിക്കാതിരുന്നത്. അപ്പോൾ വീണ്ടും ആ കേസ് നാളത്തേക്ക് പരിഗണിച്ചിരിക്കുകയാണ്. അപ്പൊ ബന്ധപ്പെട്ട കക്ഷികൾക്ക് കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം സിൻഡിക്കേറ്റിന്റേതാണ്. ആ സിൻഡിക്കേറ്റ് ആ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് നിർവഹിക്കേണ്ടത്. അപ്പൊ അതിനപ്പുറത്തേക്ക് സസ്പെൻഡ് ചെയ്ത നടപടി പുനഃപരിശോധിക്കാൻ, അതായത് സസ്പെൻഡ് ചെയ്യാൻ VC-ക്ക് കേരള സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് 10-13 പ്രകാരം സിൻഡിക്കേറ്റ് യോഗം ചേരാത്ത സമയത്ത് സിൻഡിക്കേറ്റിന്റെ അധികാരം രജിസ്ട്രാർ വൈസ് ചാൻസലർ നിക്ഷിപ്തമാണ്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സസ്പെൻഡ് ചെയ്ത നടപടി തുടർ നടപടികളെ കുറിച്ച് ആലോചിക്കാൻ മാത്രമാണ് സിൻഡിക്കേറ്റ് അധികാരമുള്ളത്. അല്ലാതെ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റിന്റെ അധികാരം ഉപയോഗിച്ച് എടുത്ത നടപടി പുനഃപരിശോധിക്കാനോ അത് റദ്ദ് ചെയ്യാനോ ഉള്ള അധികാരം സിൻഡിക്കേറ്റിനില്ല. സ്വാഭാവികമായിട്ടും നിയമയുദ്ധത്തിന്റെ പാതയിലാണ് ഇപ്പോൾ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അത് പരിഗണിച്ച് ഉചിതമായ തീർപ്പ് കൽപ്പിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇല്ലാത്ത അധികാരം ഉണ്ട് എന്ന് പുനഃസ്ഥാപിക്കാനുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചർച്ചയിലേക്കാണ്, അജണ്ടയ്ക്ക് പുറമെയുള്ള ചർച്ചയിലേക്ക് പോകണമെന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വാശി പിടിക്കുന്നത്. മാത്രമല്ല സാർ, ഈ ഒരു വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയൊരു സമീപനം അല്ലെങ്കിൽ അവരുടെ ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഇത് തീർച്ചയായും ഒരു രാഷ്ട്രീയ രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. ഗവർണർ സർക്കാർ പോര് അതൊരു പുതിയ തലത്തിലേക്ക് എത്തുന്നതും നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതിന് ഏറ്റവും ഒടുവിൽ നടന്ന സംഭവമാണിത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നത്? കാരണം ഇത് ഇത്തരത്തിൽ ഒരു സമാധാനപരമായ ഒരു തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ കോടതിയുടെ ഒരു രീതിയിലേക്കോ ഇത് കൊണ്ടെത്തുന്നതിനപ്പുറം മറ്റേതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം ഇതിൽ കാണുന്നുണ്ടോ? ഇത് രജിസ്ട്രാറെ ബാഹ്യശക്തികളുടെ പ്രേരണ മൂലമാണ് രജിസ്ട്രാർ അത്തരത്തിലെ ഗവർണറുടെ പരിപാടി അലങ്കോലപ്പെടുത്താൻ ഇടപെട്ടത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാം, കേരള സർവകലാശാലയുടെ രജിസ്ട്രാറായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഡോക്ടർ KS അനിൽകുമാർ സാറ് ഏതാണ്ട് 4-5 വർഷങ്ങൾക്ക് മുൻപ് 2024-20 അദ്ദേഹം പ്രിൻസിപ്പലായിട്ട് പ്രവർത്തിച്ചിരുന്ന എരമല്ലിക്കര ദേവസ്വം ബോർഡ് കോളേജിലെ കോളേജ് യൂണിയൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് ഫ്ലെക്സ് ബോർഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ചിത്രങ്ങൾ, വാർത്തകളൊക്കെ ഇപ്പോൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലെ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതൊന്നും അദ്ദേഹം നിഷേധിച്ചിട്ടുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഭാരതാംബയുടെ ചിത്രം ഒരു മതപരമായ അടയാളമാണെന്നോ അതിനോട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പുള്ളതായിട്ടോ അന്നൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴേ അന്നില്ലാത്ത വിരോധം ഇപ്പോൾ ഈ ചടങ്ങിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ KS അനിൽകുമാർ സാറിന്റെ സ്വമേധയായുള്ള വിയോജിപ്പായിട്ട് അതിനെ കാണാൻ സാധിക്കില്ല. അത് ഒരുപക്ഷെ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെയോ താല്പര്യപ്രകാരം തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ വിയോജിപ്പായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ്. ആ ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യത്തിനകത്ത് വശംവദനായിട്ടാണ് അദ്ദേഹം ഗവർണറുടെ പരിപാടി അലങ്കോലപ്പെടുത്താൻ ഇടപെട്ടത് എന്നാണ് എന്റെ വിശ്വാസം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.